എല്ലാ പുതിയ യൂട്യൂബേഴ്സിനെ പോലെയും ഞാനും മറ്റുള്ള ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ റീസെൻറ്റ് വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്നെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാനും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു വാർണിംഗ് വന്നു യൂട്യൂബിൻ്റെ. അപ്പോൾ അത് വന്നത് കാരണം ഞാൻ കുറച്ചും കൂടി യൂട്യൂബിൻ്റെ ആ ഒരു പോളിസീനെ കുറിച്ചിട്ട് കുറച്ചും കൂടി വായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാൻ ഈ വീഡിയോയിൽ കുറച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തു, അതിൻ്റെ റിസൾട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ഒരു വാർണിംഗ് കിട്ടിയത്. അപ്പോൾ ഇനിയെങ്കിലും കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് വേ എന്താണ് എന്നുള്ളതും കൂടി നോക്കി നോക്കാം. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ മോഡറേറ്റർ ആക്സസ്, നമ്മുടെ യൂട്യൂബ് ലൈവിൽ മോഡറേറ്റർ ആക്സസ് കൊടുക്കുന്നതിനെ പറ്റി ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ തന്നെ എല്ലാവരും റീഡ് ചെയ്തിട്ടാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നു, നല്ല പോസിറ്റീവ് കമൻറ്റ്സ് വന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് കമൻറ്റ് മിന്നു സമൂസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ മിന്നു സമൂസ് ഒരുപാട് താങ്ക് യു ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്. പിന്നെ മിന്നൂസിനെ ഞാൻ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മിന്നൂസിൻ്റെ ഷോർട്സും ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മിന്നു സമൂസിനെയും കൂടി വീഡിയോസൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ്സ് ഇടുക. ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ അടുത്ത വീഡിയോ വരുന്നതിൽ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് കമൻറ്റ് ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലും ഷോ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈ ഒരു മെസ്സേജ് വന്നായിരുന്നു യൂട്യൂബിൻ്റെ. ഇത് എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ ലൈവ് പോകുന്ന ദിവസം നമുക്ക് കുറേ പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ലൈവിൽ അല്ലേ. അപ്പോൾ കുറേ പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നമ്മുടെ റീസെൻറ്റ് ഷോർട്ടിൽ വന്നിട്ട് പറയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തിരിച്ചും നാളെ വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് വിട്ട് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ അവർക്കും തിരിച്ച് സ്വാഭാവികം ഞാനും തിരിച്ച് ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഞാനും പറയാറുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്കിപ്പോൾ ഒരു എത്ര എനിക്ക് ഓർമ്മയില്ല, കുറച്ച് പേര് വന്നായിരുന്നു അന്നത്തെ ദിവസം, കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനലിൽ പോയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ 24 hours കഴിഞ്ഞിട്ട് കേട്ടോ നെക്സ്റ്റ് ഡേ പോയിട്ട് കമൻറ്റ് ചെയ്തു. എല്ലാവർക്കും ഒരേപോലെ ഞാൻ കമൻറ്റ് ചെയ്തു കേട്ടോ, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ളത്. ഞാൻ 24 hours കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ ചാനൽസിനും ഞാൻ അങ്ങനെ പോയിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ ആ റീസെൻറ്റ് ഷോട്ട് കണ്ടിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു എത്ര മെസ്സേജ് ഇട്ടു എന്നുള്ളത് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷേ കുറച്ച് മെസ്സേജ് ഞാൻ അങ്ങനെ റിപ്പീറ്റീവ് സെയിം മെസ്സേജ് പല വീഡിയോയിൽ പോയിട്ട് അങ്ങനെ കമൻറ്റ് ഇട്ടപ്പോൾ എനിക്കൊരു വാർണിംഗ് വന്നതാണ് ഈ മെസ്സേജ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വാർണിംഗ് എനിക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് വന്നു. പിന്നെ എനിക്ക് ഒരു മെസ്സേജും ഒരു വീഡിയോയിലും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫുൾ കമൻറ്റിങ് ആ ഒരു പെർമിഷൻ ബ്ലോക്കായി പോയി. ഞാൻ ആകെ പേടിച്ചു പോയി അന്ന്. ഇത് എന്താ ഇപ്പോൾ ഉണ്ടായി എന്നുള്ളത് ആകെ ടെൻഷനായി പോയി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ചെക്ക് ചെയ്തു, അപ്പോഴൊന്നും ആവുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ആ നോട്ടിഫിക്കേഷനിൽ എഴുതിയത് വായിച്ചപ്പോഴാണ് 15 hours കഴിഞ്ഞാലാണ് എനിക്കിനി കമൻറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൽ ശരിക്കും എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 15 hours കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ നോർമൽ ആയിരുന്നു കേട്ടോ. ഞാനൊരു 2 പോളിസി നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇതിന്ന് വായിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയും ജെന്യൂൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം യൂട്യൂബിൻ്റെ തന്നെ പോളിസി വായിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിപ്പീറ്റേറ്റീവ് കമൻറ്റ്സ്, leaving large amount of identical, untargeted or repetitive comments. Note that this type of engagement may lead to the removal of your comments. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് കമൻറ്റ് മൾട്ടിപ്പിൾ ചാനൽസിൽ പോയി ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ എന്തോ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് മെസ്സേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് കാരണം നമ്മുടെ റിപ്പീറ്റേറ്റീവ് കമൻറ്റ്സ് ഡിലീറ്റായി പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എനിക്ക് വന്ന പോലെ നമുക്കൊരു വാർണിംഗ് വരും. നമ്മൾ ഒരേ മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേറൊരു മൾട്ടിപ്പിൾ വീഡിയോസിൽ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ജെന്യൂൻ ആവും ചെയ്യേണ്ടാവുക. പക്ഷേ യൂട്യൂബിൻ്റെ ആൽഗോറിതമിൻ്റെ അക്കോർഡിംഗ്ലി അതൊരു തെറ്റായ ഒരു രീതിയിലാണ് അവരത് കൺസിഡർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസെൻറ്റിവൈസേഷൻ സ്പാം. ഓക്കെ, അപ്പോൾ ഇതിൽ എഴുതിയിരുന്നത് കണ്ടന്റ് ദാറ്റ് സെൽസ് എൻഗേജ്മെൻറ്റ് മെട്രിക്സ് സച്ച് ആസ് വ്യൂസ്, ലൈക്സ്, കമൻറ്റ്സ് ഓർ എനി അതർ മെട്രിക്സ് ഓൺ യൂട്യൂബ്. This type of spam can also include content where the only purpose is to boost subscribers, views or other metrics. For example, offering to subscribe to another creator's channel solely in exchange for them subscribing to your channel, also known as sub for sub content. മനസ്സിലായോ? ഇത് ബേസിക്കലി നമ്മൾ ചെയ്യണ ഈ പരിപാടി തന്നെ സബ് ഫോർ സബ് എന്നാണ് യൂട്യൂബിൽ ഈ പോളിസീനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് അവരോട് പറയും നമ്മളെ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവം. യൂട്യൂബിൻ്റെ പോളിസീസിൻ്റെ അക്കോർഡിംഗ്ലി ഇത്
വളരെ ഒരു തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ വേറൊരാളെ സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് അവരോട് നമ്മൾ പറയും നമ്മളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ നമ്മുടെ വീഡിയോസ് അവരാരും കാണുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാനും ഈ മിസ്റ്റേക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്തു. ഞാനും കുറേ പേരുടെ വീഡിയോയിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ ഷോർട്സ് കണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാറ്, പക്ഷേ ഒരു ഷോർട്സേ കാണുള്ളൂ. ഒരു ഷോർട്സ് കണ്ടിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നമ്മൾ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുക എന്നല്ലാതെ അങ്ങനെ സ്പെസിഫിക്കലി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണവരുടെ അക്കൗണ്ടിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അല്ലേ? നിങ്ങളും അത് എഗ്രി ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പോൾ എൻ്റെ ചാനൽ, എൻ്റെ അക്കൗണ്ടിലായാലും എനിക്ക് ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ചാനലുണ്ട്. കാരണം ഞാനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് അതുപോലെ എനിക്ക് ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തവരെ ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസിനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ യൂട്യൂബ് ചാനൽസിനും നമുക്ക് നോക്കാൻ പറ്റില്ല അല്ലേ? അത് ആർക്കായാലും പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു 700-600 ചാനലൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ ചാനലിനെയും നോക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാനും എത്ര ഉണ്ട് നോക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് ഇങ്ങനെ കാണുന്നതല്ലാണ്ട് നമുക്കൊരു ട്രാക്കൊന്നുമില്ല, നമ്മൾ എത്ര ചാനൽസിൻ്റെ നോക്കി എന്നുള്ള ഒരു ട്രാക്ക് റെക്കോർഡൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ യൂട്യൂബ് കൺസിഡർ ചെയ്യണത് നമുക്ക് ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട്, പക്ഷെ നമ്മുടെ വാച്ച് അവർ, നമ്മുടെ വ്യൂസ് വരുന്നത് ആകെ 100 വ്യൂസേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ യൂട്യൂബ് ആ ഒരു കാര്യം പിടിക്കും. കാരണം എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് യൂട്യൂബ് മാമൻ അപ്പം തന്നെ പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്കും കൂടി കുറച്ച് ബോധം വന്നത്, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. ഒരുപാട് പേര് പറയുന്നുണ്ട് 24 hours കഴിഞ്ഞിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ അത് സ്പാം ആയി പോകും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഞാൻ കുറച്ചൊക്കെ വായിച്ചു. അപ്പോൾ എനിക്ക് വായിച്ച് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ 24 hours എന്നുള്ളൊരു റൂളില്ല യൂട്യൂബിൻ്റെ, എവിടെ എഴുതിയിട്ടില്ല 24 hours കഴിഞ്ഞിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ ഒരു റൂൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും അതാണ് പറയണത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോൾ ഈ 24 hours കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ 2 പോളിസി, ഇതിൻ്റെ കണക്റ്റഡ് തന്നെയാണ് ഈ ഒരു റീസണും വരുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് യൂട്യൂബിനെ മണ്ടനാക്കാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി ഈ 24 hours ഒരു സംഭവം നമ്മൾ പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബാക്ക് ടു ബാക്ക് കുറേ ചാനൽസിന് സബ്സ്ക്രൈബ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് പിടിക്കും, യൂട്യൂബിന് അത് മനസ്സിലാവും. നമ്മൾ ഡയറക്റ്റ്ലി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്, അവരൊരു വീഡിയോ കാണുന്നില്ല എന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ റിപ്പീറ്റീവ് കമൻറ്റ്സ് ഇടുകയാണ്, ഞാൻ സബ് ചെയ്തിട്ടുണ്ട് എന്നെ സബ് ചെയ്യണം കേട്ടോ എന്നുള്ളത് ഒരുപാട് കമൻറ്റ്സ് ചെയ്യാണ്, അതും യൂട്യൂബ് പിടിക്കും. അതിപ്പോൾ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് യൂട്യൂബ് അത് പിടിക്കില്ല എന്നുള്ളതാണ്, യൂട്യൂബിന് അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. പക്ഷേ യൂട്യൂബിന് അതും മനസ്സിലാവും. ഓക്കെ, നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ആയാലും അത് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യണ ആൾക്കാർ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഒന്നും നമ്മുടെ വീഡിയോസ് കാണുന്നില്ല. വീഡിയോ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണവരോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളെ അവരുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണതാണ് ജെന്യൂൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ഇതിലാണ് എൻഗേജ്മെൻറ്റ് വരുള്ളൂ, വീഡിയോയുടെ വ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് കയറുള്ളൂ അല്ലേ? അത് അങ്ങനെ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് യൂട്യൂബ് ജെന്യൂൺ സബ്സ്ക്രൈബറായിട്ട് കൺസിഡർ ചെയ്യൂ. അല്ലെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്താലും ശരി, എങ്ങനെ ചെയ്താലും യൂട്യൂബിൻ്റെ അൽഗോരിതംസിൽ അത് പിടിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു റെസ്ട്രിക്ഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കിപ്പോൾ തന്നെ ഒരു സിഗ്നൽ കിട്ടി. അപ്പോൾ ഇനിയെങ്കിലും നന്നാവാൻ വിചാരിക്കണു. സ്പാം ഡിറ്റക്ട് ചെയ്യാൻ യൂട്യൂബ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ മാസ് സബ്സ്ക്രിപ്ഷൻ ഇൻ എ ഷോർട്ട് ടൈം. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരുപാട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിന് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവാക്കി, നമ്മളൊരു വീഡിയോ കാണുകയാണ്, യൂട്യൂബർ ആവണതിൻ്റെ മുന്നേ നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മളൊരു വീഡിയോ കാണുകയാണ്, നമ്മൾ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ഒരു വീഡിയോ കാണും, രണ്ടാമത്തെ വീഡിയോ കാണും, പിന്നെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക, ഒരു ഇൻട്രസ്റ്റ് വരിക, അപ്പോഴാണ് ഒരു ജെന്യൂൺ സബ്സ്ക്രൈബർ നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിന് പെട്ടെന്ന് അത് മനസ്സിലാവും. പിന്നെ സബ്സ്ക്രൈബിങ് വിത്തൗട്ട് വാച്ചിങ് ഓർ എൻഗേജിങ്, അത് തന്നെ നമ്മൾ വിത്തൗട്ട് ആ വീഡിയോ കാണാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും യൂട്യൂബ് പിടിക്കും. നമ്മൾ ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്, വീഡിയോ കാണാൻ പിടിക്കുക ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ. പിന്നെ റിപ്പീറ്റീവ് കമൻറ്റ്സ്, ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരേ കമൻറ്റ് കുറേ വീഡിയോസിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും യൂട്യൂബ് ആസ് സ്പാം ആണ് ഡിറ്റക്ട് ചെയ്യുക. പിന്നെ കമൻറ്റ്സ് വിത്ത് ലിങ്ക്സ് ഓർ കോപ്പി പേസ്റ്റ് ബിഹേവിയർ, കമൻറ്റ്സ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഇടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ലിങ്ക്സ്, കമൻറ്റ്സിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതും സ്പാം ആയിട്ടാണ് പോവുക.
പിന്നെ സഡൻ ബേസ്റ്റ് ഓഫ് ഐഡൻറ്റിക്കൽ ആക്ഷൻ, സബ്സ്ക്രൈബ്, ലൈക്സ്, കമൻറ്റ്സ്, അതും സെയിം. ഒരുപാട് നമ്മൾ ലൈക്ക് ചെയ്തു, വീഡിയോ കാണാതെ തന്നെ ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, കമൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് സ്പാമായിട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഈ 24 hours ഒരു ടൈം ലൈൻ എല്ലാവരും പറയണത്. നമുക്ക് യൂട്യൂബിനെ കളിപ്പിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. കാരണം യൂട്യൂബിൻ്റെ ആൽഗോറിതമിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തായിരിക്കും ആക്ഷൻ വരിക എന്നുള്ളത്. ചിലപ്പോൾ മോണിറ്റൈസൊക്കെ ആയി കഴിഞ്ഞാലാവും ചിലപ്പോൾ ആ പ്രശ്നം വരിക. ആകെ ഡിസപ്പോയിൻറ്റിങ് ആവും. അപ്പോൾ മോണിറ്റൈസ് ആവാൻ പോണ ചാനലിന് എന്തെങ്കിലും എഫക്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലേ. ഇനി ഇതിന് എന്താ നമുക്കൊരു സൊല്യൂഷൻ എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ പകരം നമുക്ക് ഒരു ദിവസം ഒരു യൂട്യൂബ് ചാനലിനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു ഈസി മെത്തേഡ് ഞാൻ പറയുകയാണെങ്കിൽ, അവരുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഓക്കെ, ചാനലിൽ വീഡിയോസും ഷോർട്സും അതിൻ്റെ ടാബ് ഉണ്ടല്ലോ, വീഡിയോസും ഷോർട്സും സെപ്പറേറ്റ്ലി ഒന്ന് പോയി സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ചില വീഡിയോസ് ലോങ് വീഡിയോ ആയിരിക്കും, ചിലരുടെയൊക്കെ വീഡിയോസ് 20 minutes ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത്ര ലോങ് വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ വീഡിയോസിൽ വേറെ ഉണ്ടാവും, ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഉണ്ടാവും, 5 minutes വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു 5 minutes വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് 5 minute വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്നിട്ട് അവരുടെ ചാനൽ ആ വീഡിയോയുടെ താഴെ കമൻറ്റ്സിൽ ആ വീഡിയോയുടെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജെന്യൂൻ സബ്സ്ക്രൈബറും ആവും, പിന്നെ നമുക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. ഒരു ദിവസത്തിൽ ഒരു 2 സബ്സ്ക്രൈബറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു യൂട്യൂബറിന് അതൊരു ഹെൽപ്പും ആവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ കിട്ടുന്ന ലൈക്ക്, കമൻറ്റ്സ് ഇതൊക്കെയാണ് യൂട്യൂബ് പിടിച്ചിട്ട് റെക്കമെൻഡേഷനിൽ വിടുക. ഇതൊക്കെ നോക്കിയിട്ടാണ് യൂട്യൂബ് വീഡിയോസ് റെക്കമെൻഡേഷനിൽ വിടുക. അപ്പോൾ നമ്മളൊരു ജെന്യൂൻ കമൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒന്നും കൂടി ആ വീഡിയോനെ ഒന്ന് പുഷ് ചെയ്യാൻ നോക്കും അല്ലേ. ഒരു ലൈക്ക് എക്സ്ട്രാ കിട്ടിയ യൂട്യൂബ് ഒന്നും കൂടി പുഷ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണത് ആവും ഒന്നും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ യൂട്യൂബ് ചാനലുള്ളവർ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, #, തംബ്നെയിൽ, ഈ 4 കാര്യങ്ങൾ, പിന്നെ കീവേഡ്സ്, ഈ 5 കാര്യങ്ങൾ വീഡിയോസിൽ എന്തായാലും മസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ലോങ് വീഡിയോസിൽ. ഷോർട്സ് പിന്നെയും നമ്മുടെയൊക്കെ പോകുന്നുണ്ട് അല്ലേ. എൻ്റെ ഈ ഷോർട്സൊക്കെ കുറച്ചൊക്കെ പോകുന്നുണ്ട്, പക്ഷേ വീഡിയോസാണ് ഒട്ടും പോകാത്തത്. അപ്പോൾ വീഡിയോസിൽ പ്രത്യേകിച്ച് ഈ 5 കാര്യങ്ങൾ എന്തായാലും ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് യൂട്യൂബ് കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്യും നമ്മുടെ വീഡിയോസ്. നമുക്കൊരു 1000 സബ്സ്ക്രൈബർ ഉണ്ട്, പക്ഷേ വ്യൂസ് ആകെ ഒരു 100 വ്യൂസേ വരലുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആരെങ്കിലും ചെയ്യാതിരിക്കുക. പക്ഷെ മിക്കവാറും എല്ലാവരും ഇതിൽ പോയി പെടും കേട്ടോ. എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണിത്. പക്ഷേ ജെന്യൂനായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും വാർണിങ്ങോ റെസ്ട്രിക്ഷൻസോ, എനിക്കിപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഒരു വാർണിംഗ് മെസ്സേജ് മാത്രമാണ് വന്നത്. അധികമൊന്നും ആയിട്ടില്ല. കാരണം ഒരു 15 hours എൻ്റെ ചാനലൊന്ന് സ്റ്റക്കായി, ഒന്നും ചെയ്യാൻ പറ്റാതെ. പക്ഷേ 15 hours കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ നോർമലായിട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആരും ചെയ്യാതിരിക്കുക. സെയിം റിപ്പീറ്റേറ്റീവ് കമൻറ്റ്സ് ഇടാതിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണവരുടെ ഒന്നല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ഒന്ന് വാച്ച് ചെയ്തിട്ട് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയുടെ ബെസ്റ്റ് കമൻറ്റ്, എൻ്റെ ഫേവറേറ്റ് കമൻറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷോ ചെയ്യാം. ഓക്കെ, പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക, കുറച്ച് വീഡിയോസ് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.